മനസ്സിനെ അതിജീവിക്കാനുള്ള ശേഷിയിലേക്ക് വ്യക്തിയെ എത്തിപ്പിക്കുന്നു. പിന്നെ ബോധാതീതത്തിലേക്ക് നയിക്കുന്നു. അതാണ് ബോധാതീതത്തിലേക്ക് നയിക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ്. ലൈംഗിക ഊർജത്തെ ആത്മീയ ഊർജമാക്കി മാറ്റുന്ന ഒരു വിദ്യയാണ് തന്ത്ര. അത് തന്ത്രയ്ക്ക് പല രീതികൾ വന്നു. മനുഷ്യൻ്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന രീതിയിലാണ് ഇഷ്ടദേവത ഉപാസനകളും തന്ത്രശാസ്ത്രവും എല്ലാം ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ കൃത്യമായി നിർവഹിച്ചാൽ ബാഹ്യ ജീവിതവും ആന്തരിക ജീവിതവും സുന്ദരമാണ്. സഞ്ജയൻ സർ, തന്ത്ര, ഈ തന്ത്ര എന്ന കാര്യത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ അതെന്തൊക്കെയാണ്? തന്ത്രയെക്കുറിച്ച് പറഞ്ഞാൽ തീരാൻ പോകുന്നില്ല. എവിടെ വെച്ച് തുടങ്ങി എവിടെ വെച്ച് ഈ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ പറഞ്ഞു തീർക്കും എന്നുള്ളതാണ് എൻ്റെ ആശയക്കുഴപ്പം. തന്ത്ര ഒരു വലിയ വിഷയമാണ്. അത് തന്ത്ര എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിന് ഷഡാധാര ചക്രങ്ങളുമായി ബന്ധിപ്പിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ദാർശനിക ശാസ്ത്രമാണ്. അത് നമ്മളുടെ ഷഡാധാര ചക്രങ്ങളിലെ ഊർജ പ്രവാഹത്തെ കൃത്യമാക്കിക്കൊണ്ട് ശരീരത്തിനെയും മനസ്സിനെയും ഉദ്ദീപിപ്പിച്ച് അത്യുന്നതങ്ങളിലെത്തിക്കുക, ദേവതുല്യമാക്കുന്നു ശരീരത്തിനെ. മനസ്സിനെ അതിജീവിക്കാനുള്ള ശേഷിയിലേക്ക് വ്യക്തിയെ എത്തിപ്പിക്കുന്നു. പിന്നെ ബോധാതീതത്തിലേക്ക് നയിക്കുന്നു. അതാണ് ബോധാതീതത്തിലേക്ക് നയിക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ്. ലൈംഗിക ഊർജത്തെ ആത്മീയ ഊർജമാക്കി മാറ്റുന്ന ഒരു വിദ്യയാണ് തന്ത്ര. അത് തന്ത്രയ്ക്ക് പല രീതികൾ വന്നു. ആഗമശാസ്ത്രത്തിലാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനമെങ്കിലും പിൽക്കാലത്ത് കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്ന തന്ത്ര സമുച്ചയം എന്നൊക്കെ പറയുന്നത് അതിനകത്തുനിന്ന് ഉരുത്തിരിഞ്ഞ് പിന്നീട് വന്ന സമ്പ്രദായമാണ്. അതിനുശേഷം തന്ത്ര സമുച്ചയം, ശേഷ സമുച്ചയം, കുഴിക്കാട്ട് പച്ച, ഇങ്ങനെയൊക്കെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തന്ത്രയും ഈ കാണുന്ന തന്ത്രശാസ്ത്രവും തമ്മിൽ ബന്ധമില്ല ചിലരൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നതായിട്ട് ഏതൊക്കെയോ ബുദ്ധിജീവികളും അങ്ങനെ ഗവേഷകർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. പിന്നെ ആഗമശാസ്ത്ര വിദ്യകളും കാലഹരണപ്പെട്ടിട്ടുണ്ട് കുറേയേറെ. കാരണം ഈ പുരാതന സർവകലാശാലകൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെട്ട ശാസ്ത്രങ്ങൾ വേദാന്തവും തന്ത്രയുമാണ്. ഈ തന്ത്രം നമുക്ക് സാധാരണക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ? തന്ത്ര തീർച്ചയായിട്ടും ഉപയോഗിക്കാനൊക്കും. തന്ത്രയെക്കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും തീരുന്നില്ല. അത് ഓരോ എപ്പിസോഡുകളായിട്ട് അതിൻ്റെ ഓരോ സെക്ഷൻ എടുത്ത് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ശാക്തേയ തന്ത്ര, ശൈവ തന്ത്ര, വൈഷ്ണവ തന്ത്ര എന്നൊക്കെ പറഞ്ഞ് തന്ത്രയ്ക്ക് ഒരുപാട് മുഖങ്ങളുണ്ട്. അപ്പോൾ തന്ത്ര യഥാർത്ഥത്തിൽ അഭ്യസിച്ചിരുന്നവരെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കുത്തകയായിട്ടോ ഒന്നും അല്ല കാണുന്നത്. നമ്മൾ പുരാതന സർവകലാശാലയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ പഠനത്തിൻ്റെ രീതികളെല്ലാം നോക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല എന്ന് കാണാം. കാരണം മുരാരിദത്തൻ, ഇങ്ങനെ ഒരുപാട്, രവിയുടെ ക്രിയാദീപി, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കേരളത്തിൽ തന്നെ കാണുന്ന തന്ത്രയ്ക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഉത്തരാഹരുടെയും ദാക്ഷിണാത്യരുടെയും എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യക്കാരുടെയും ഉത്തരേന്ത്യക്കാരുടെയും തന്ത്രയ്ക്കൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ മറ്റ് അധിനിവേശ സംസ്കാരങ്ങളും ഇവിടെ പടർന്നു പിടിച്ചപ്പോൾ ഒരുപാട് കുത്തിയൊലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും തന്ത്രയുടെ യഥാർത്ഥ വശങ്ങളാണ് ഇവിടെ പടർന്നു പിടിക്കേണ്ടതായിട്ടുള്ളത്. കാരണം ലൈംഗിക ഊർജ്ജമുള്ള സമൂഹത്തിന് അതിനെ ആത്മീയ ഊർജ്ജമാക്കി പരിവർത്തിപ്പിക്കാൻ എളുപ്പമുള്ള ഒരേ ഒരു വഴി തന്ത്ര പഠിക്കുക എന്നുള്ളത്. അതിലെ ശാക്തേയ തന്ത്രയാണ് കേരളത്തിലൊക്കെ ഇപ്പോഴും പിന്നെയും കുറച്ചൊക്കെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട് ഇപ്പോഴ് പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഒത്തിരി വശങ്ങളുണ്ട്. അതിൽ നമ്മൾ പുരാതന തന്ത്രയിലേക്ക് നോക്കുമ്പോൾ വജ്രായനം, പിന്നെ ഈ ഗുഹ്യ ഗർഭതന്ത്രം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഉണ്ടായിരിക്കുന്നതെല്ലാം കാശ്മീർ, തിബറ്റ്, ഇങ്ങനെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ആ ദേശങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ സംഗീതം പോലും ഉണ്ടായിരിക്കുന്ന എല്ലാം സംഗീത രത്നാകരമൊക്കെ നോക്കുമ്പോഴെല്ലാം കാശ്മീരാണല്ലോ. എല്ലാത്തിനെയും ഹൃദയം കാശ്മീരാണ് ഒരുപാട് ശാസ്ത്രങ്ങളിൽ. അപ്പോൾ ഇത്രയും മഹത്തായ ദേശം, അവിടെയാണ് ഒരുപാട് മഹാന്മാരൊക്കെ ജീവിച്ചിരുന്നിട്ടുള്ളത്. ആയുർവേദത്തിൻ്റെ എല്ലാം അടിസ്ഥാന ഗ്രന്ഥങ്ങളും ഒക്കെ അവിടെ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആയുർവേദം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ ഋതുചര്യകളുണ്ട്. 6 തരത്തിൽ 6 ഋതുക്കൾക്ക് 6 ചര്യകളുണ്ട്. കേരളത്തിലൊന്നും അനുഷ്ഠിക്കുന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ എന്നും കുന്നും ചോറും കറിയും ഒക്കെ കഴിച്ചിരിക്കുക. അപ്പോൾ ഉത്തരേന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ ഋതുക്കൾ മാറുന്നതനുസരിച്ച് ഭക്ഷണ വ്യവസ്ഥ മാറും, വസ്ത്രത്തിന്റെ രീതി പോലും മാറും. അതുകൊണ്ട് അവർക്ക് ഇത്രയും ചൂടും തണുപ്പും മഞ്ഞും ഒക്കെ വീണിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ആരോഗ്യമുള്ളവരും നല്ല ഭംഗിയുള്ളവരും ആരോഗ്യമുള്ളവരും അധികം വണ്ണമില്ലാത്തവരും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ വന്നിട്ടില്ല. അപ്പോൾ കേരളത്തിലേക്ക് ഇതെല്ലാം കുടിയേറ്റപ്പെട്ടതായിട്ടേ നമുക്ക് കാണാനാവുന്നുള്ളൂ. അപ്പോൾ തന്ത്രയുടെ മഹത്വം ഇതാണ്. അടിസ്ഥാനപരമായി നമ്മുടെ ആത്മീയ ഊർജ്ജമാക്കി മാറ്റുകയാണ് ലൈംഗിക ഊർജ്ജത്തെ. അതിന് വേണ്ടുന്ന ഒരു വലിയൊരു ശാസ്ത്രമാണ് തന്ത്ര. വിശാലമായി പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ ഈ ശാക്തേയ തന്ത്രയൊക്കെയാണ് കൂടുതലായിട്ട്
നിൽക്കുന്നത്. ശാക്തേയ തന്ത്രയിലും അഡിക്ഷൻ ആയിപ്പോകും, അവർക്ക് ഈ ഉപാസന ദേവതയിൽ അഡിക്ഷൻ ആയിപ്പോകുന്നതായിട്ടേ കാണുന്നത്. ഇപ്പം ശ്രീവിദ്യ ഉപാസന, നമ്മൾ ഒരുപാട് കാര്യങ്ങളിലെല്ലാം തന്ത്രയുടെ അംശങ്ങളുണ്ട്. എന്നാൽ കേരളത്തിലെ പുരാതന ജ്യോതിഷം നോക്കിയിരുന്ന കേരളത്തിൽ ഇപ്പം പ്രശ്നമാർഗത്തിന് അതീതമായിട്ട് കുറേ ശൈലികളൊക്കെ പുരാതനമായിട്ടുള്ളതുണ്ട്. പിന്നെ മണിപ്രവാള ശൈലിയുള്ള ശ്ലോകങ്ങളും ഒക്കെ ഉണ്ട് ഈ പരിഹാര മാർഗങ്ങളിൽ. കാരണം ജ്യോതിഷം ചെയ്യുന്ന ആൾ തന്നെയായിരുന്നല്ലോ മാന്ത്രികവും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ആഗമം യാമലം മുഖ്യം ഈ ശാസ്ത്രങ്ങളുടെയൊക്കെ വരവ് ഇതിനകത്ത് എങ്ങനെ ഒത്തിരി ഗവേഷണം നടക്കേണ്ട ഒരു വലിയ മേഖലയാണ്. പക്ഷേ ഇതിൽ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു, പിന്നെ ഞാൻ പിടിച്ച മുയലിന് 3 9 എന്നുള്ള നിലയിൽ അതിനെ ആവിഷ്കരിക്കുന്നു. അത് മാത്രമാണ് ശരി, അതാണ് ശരി, അത് മാത്രമേ ഉള്ളൂ ശരി എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ശരിയാവുകയില്ല. ഇതാണ് ഇപ്പോൾ പലപ്പോഴും കുറേയേറെ നടക്കുന്നത്. മിനിയാന്ന് ഒരു യുവാവിൻ്റെ ഗ്രഹനില നോക്കിയപ്പോൾ അതിൻ്റെ പൂർവ്വജന്മം ഈ ജന്മം എല്ലാം പറഞ്ഞപ്പോൾ അയാൾക്ക് വളരെ തൃപ്തികരമായപ്പോഴാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞിരുന്നു താങ്കൾക്ക് ഇന്ന ദേവത, അതിനൊരു പ്രത്യേക ദേവതയെക്കുറിച്ച് പറഞ്ഞു, ഇതിനാണ് താങ്കൾക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ ഞാൻ ഒരു ദേവി ഉപാസന ഒരിടത്ത് പോയി കാളി മന്ത്രം എന്തോ ശീലിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിന് മന്ത്രദീക്ഷ സ്വീകരിച്ചു, ഉപദേശം വാങ്ങിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല, ഗ്രഹനില അനുസരിച്ച് അതല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പൂർവ്വജന്മത്തിൻ്റെ ഫലങ്ങൾ, ഈ ജന്മത്തിലെ വാസനകൾ, ഇതെല്ലാം കൂടെ ബന്ധപ്പെടുത്തിയപ്പം അയാൾക്ക് തന്നെ അതൊരു ഉറപ്പായി കാര്യങ്ങൾ ചെയ്യാൻ. മാത്രമല്ല അയാൾ പറഞ്ഞത്, കാരണം ഈ കാളി മന്ത്രം ജപിക്കുമ്പോഴൊക്കെ പലപ്പോഴും അയാൾക്ക് പല വിധത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാകുന്നു. ഇപ്പോൾ കാളി മന്ത്രം ജപിക്കുന്നത് തെറ്റെന്നല്ല, അയാളുടെ മനസ്സിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ഊർജത്തെ ക്രമീകരിച്ചു പോകാൻ ആ മന്ത്രത്തിനോ അല്ലെങ്കിൽ ആ ഭാവത്തിനോ സാധ്യമാകുന്നില്ല, അല്ലെങ്കിൽ അതിന് ഏറ്റക്കുറച്ചിൽ വരുന്നു എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഈ കറി വയ്ക്കുന്നത് പോലെയും ഭക്ഷണം കഴിക്കുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പറ്റിയ കറി പറ്റിയ കാലാവസ്ഥയിൽ പറ്റിയ രീതിയിൽ പറ്റിയ അളവിലൊക്കെ കഴിക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ നമ്മൾ വേനലിൽ ഇപ്പോൾ മഴക്കാലം ഇപ്പോൾ ചീമച്ചക്കയൊക്കെ ഇഷ്ടംപോലെ കിട്ടും എന്ന് പറഞ്ഞ് അതിപ്പോൾ കൊടുമഴ സമയത്ത് കഴിച്ചിരുന്ന വായുവിൻ്റെ ഇളക്കമൊക്കെ ഉണ്ടാകും. പക്ഷെ അത് എപ്പോഴും കഴിക്കാം എന്ന് നമ്മൾ തന്നെ അറിഞ്ഞിട്ടല്ലേ പഴയ വീട്ടമ്മമാർ ഇന്ന ദിവസം ഇന്ന് ശകലം വെയിലൊക്കെ ഉണ്ട്, ഇന്ന് കുഴപ്പമില്ല, അത് തേങ്ങാപ്പാൽ ഒഴിച്ചൊക്കെ പുഴുങ്ങി കഴിക്കാൻ തീരുമാനിക്കുന്നത്. ഇതുപോലെയാണ് ഈ സൂക്ഷ്മ ശരീരമാകുന്ന മനസ്സിന് ആവശ്യമായ ഊർജത്തിൻ്റെ പ്രസരണത്തിന് വേണ്ടി ഇഷ്ടദേവതകളെ ഉപാസിക്കുമ്പോൾ അവയ്ക്ക് വേണ്ടുന്ന മന്ത്രങ്ങൾ സ്വീകരിക്കുന്നത്. എല്ലാവർക്കും പറ്റിയതല്ല ഈ എല്ലാ മന്ത്രങ്ങളും ഒന്നും. അപ്പൊ അത് നമുക്ക് ഈ ഒരാളുടെ ജാതകം നോക്കുമ്പോൾ കണ്ടെത്താൻ പറ്റില്ലേ? ജാതകം നോക്കുമ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയെടുത്തിട്ട് കണ്ടിട്ട് വേണം പറയാം. അതുകൊണ്ടാണ് ഞാൻ ആ പയ്യനോട് പറഞ്ഞത്, ആ യുവാവിനോട് പറഞ്ഞത്, കാളി മന്ത്രത്തിൻ്റെ കാര്യം മനസ്സിൽ നിന്ന് അത് ദേവതകൾക്ക് ദേവിക്ക് സമർപ്പിച്ചിട്ട് ഇന്ന കാര്യം ചെയ്യും. കാരണം അത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 3-4 പേരുടെ വിഷയങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ദേവതകൾ, ദേവിക്ക് മാത്രമല്ല ഇങ്ങനെ ഓരോ ദേവതകളുണ്ട്. പിന്നെ കേരളത്തിൽ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ കുറേ ദേവതകളുടെയൊക്കെ ഇന്ന് നമ്മൾ കേൾക്കാത്തതായ ഭാവത്തിലുള്ള പേരുകളും കാര്യങ്ങളും കൂടുതലും ജനകീയമല്ലാത്തതൊക്കെയുള്ള ദേവതകളെ ആരാധിച്ചിരുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇതൊക്കെ വന്നിട്ടുള്ളത് ഓരോരോ ദേശത്തും ഉണ്ടായിരുന്ന ഓരോ സമുദായക്കാരും അവരുടെ സമുദായത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ദേവതാ ആരാധനകൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് തന്ത്രശാസ്ത്രം ഭാരതത്തിൽ ഈ ഇന്ന് കാണുന്ന രീതിയിലല്ലാതെ തന്ത്ര ശരിക്കും ഭാരതം ഒട്ടുക്ക് അങ്ങ് അഫ്ഗാനിസ്ഥാൻ മുതൽ ഇങ്ങ് ശ്രീലങ്ക വരെയും വ്യാപകമായിരുന്ന ഒരു കാലയളവിലാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ സൂക്ഷ്മതയിലേക്ക് പോയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതിന് എൻ്റെ മനസ്സിൻ്റെ ഘടന എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഒരു ദേവതയെ ഞാൻ ആരാധിക്കുന്നുണ്ട്, ആ ദേവതയും മതി ഈ ജീവിതകാലം മൊത്തമൊന്നുമില്ല, നമുക്ക് മാറി നമ്മൾ നിരന്തരം കഴിക്കുന്ന ഭക്ഷണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മടുപ്പ് വന്ന് കൂടായികയില്ലല്ലോ, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത വരാം, വ്യത്യസ്തത വേണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾക്ക് ആന്തരികമായും ബാഹ്യമായും പ്രചോദനം ലഭിക്കത്തക്ക വിധത്തിലുള്ള മന്ത്രങ്ങൾ കാലോചിതമായി മാറ്റിയെടുക്കാം. ധ്യാനത്തിലും അങ്ങനെ തന്നെ ഒരേ ധ്യാന ശൈലി തന്നെ തുടരണമെന്നില്ല. നമ്മൾക്ക് പ്രചോദനവും സൂക്ഷ്മതയും ദാർശനിക സ്വഭാവവും വളരുന്നില്ല എങ്കിൽ ആ മന്ത്രം ഫലിക്കുന്നില്ല എന്നർത്ഥം. പിന്നെ നമ്മൾ അഡിക്റ്റ് ആയിട്ട് അതിനകത്ത് ഇരുന്നിട്ട് കാര്യമില്ല. ആ മന്ത്രം മറ്റൊരാൾക്ക് ഗുണം ചെയ്തേക്കാം. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന മന്ത്രം ഒക്കെ അച്ഛൻ ഉപദേശിച്ചു തന്നിരുന്ന മന്ത്രം വെച്ച് നോക്കുമ്പോൾ ആ മന്ത്രം എനിക്ക് തന്നിരിക്കുന്ന ഗുണങ്ങൾക്കൊരു കണക്കില്ല. അത് പിന്നീട് അതിൻ്റെ കൂടുതൽ വികാസത്തിലേക്ക് പോകാൻ എനിക്ക് സാധിച്ചു. ധ്യാനം പരിശീലിച്ചപ്പോൾ അതിൻ്റെ വ്യാപകത അങ്ങേറ്റവുമായി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് ഒരു ശരാശരി വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴെന്നാൽ ആ മന്ത്രം എത്രമാത്രം കൂട്ടണം, കുറയ്ക്കണം, ചില കാര്യങ്ങൾ നിർത്തണം, ഇതൊക്കെ അറിയണം. പിന്നെ എന്നും ഇങ്ങനെ തുടരണോ എന്നുമില്ല. പിന്നെ അതുകൂടാതെ തന്നെ ചില കാലയളവിൽ
ചില ദേവതകളെ മാറി നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ വിറ്റാമിൻ സി കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള മൈക്രോ ന്യൂട്രിയൻസ്, വിറ്റാമിൻ എ കുറവാണെങ്കിൽ അതിനുള്ള മൈക്രോ ന്യൂട്രിയൻസ്, ബിക്ക് ആണെങ്കിൽ അങ്ങനെ, ഡിക്ക് ആണെങ്കിൽ അങ്ങനെ. ഇത് തിരഞ്ഞെടുക്കുമ്പം ചില കാലയളവിൽ അത് നിറവായി കഴിഞ്ഞാൽ അതിനൊരു പൂർത്തീകരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറി സ്വീകരിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് ഇതിലും. വളരെ മനുഷ്യന്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന രീതിയിലാണ് ഇഷ്ടദേവത ഉപാസനകളും തന്ത്രശാസ്ത്രവും എല്ലാം ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ കൃത്യമായി നിർവഹിച്ചാൽ ബാഹ്യ ജീവിതവും ആന്തരിക ജീവിതവും സുന്ദരമാകും. ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി തന്ത്രയും പഠിച്ചിരിക്കണമെന്നാണോ? എല്ലാ മനുഷ്യരും, സെക്സ് ആർക്കൊണ്ടോ അവരെല്ലാം തന്ത്ര പഠിച്ചിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തന്ത്രയിൽ, പിന്നെ തന്ത്രയിൽ തന്നെ താന്ത്രിക് സെക്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ അപൂർവമായിട്ടുള്ള ആളുകൾ കേരളത്തിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ താന്ത്രിക് സെക്സിൻ്റെ പറയുന്ന വിഷ്വൽ അട്രാക്ഷനെ ഇല്ലാതാക്കുക എന്നുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. കാരണം ഒരാളെ കാണുമ്പോഴുണ്ട് ലൈംഗികമായ ഉത്തേജനങ്ങളെ ഇല്ലാതാക്കുക. അപ്പോൾ സ്ത്രീകളെക്കാൾ പുരുഷനാണ് ഈ ഹാലൂസിനേഷനൊക്കെ കുറേ ഉള്ളത്. അപ്പം അതിനെ നമ്മൾ ആദ്യമേ ഇല്ലാതാക്കാൻ വേണ്ടി നഗ്നമായ രൂപങ്ങളെ നോക്കിയിരിക്കുന്ന സമ്പ്രദായം. നഗ്നമായി ഭാര്യ ഭർത്താവ് കുറേ ദിവസം അങ്ങനെ ഇരിക്കുക. പിന്നെ സ്പർശിക്കാൻ തുടങ്ങുക. സ്പർശിച്ചാൽ, ദേഹത്ത് സ്പർശിച്ചാൽ ഉത്തേജനം ഇല്ലാത്ത തലത്തിലേക്ക് വരിക. അപ്പോൾ ബാഹ്യമായ തലത്തിലുള്ള, ബാഹ്യമായ ഇന്ദ്രിയം സാധാരണഗതിയിലുള്ള തരത്തിലുള്ള ലൈംഗിക ഉത്തേജനങ്ങളെ എന്നേക്കുമായിട്ട് അതിജീവിച്ച ഒരാൾക്ക് മാത്രമേ ലൈംഗികതയുടെ അതീവ സൂക്ഷ്മതയിലേക്ക് പോകാനൊക്കൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ ലൈംഗികതയുടെ ആസ്വാദനത്തിൻ്റെ അതിസൂക്ഷ്മത അറിയാനൊക്കൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ സംഭോഗ സമാധി, ഇത് സംഭോഗ സമാധിയാണ്, ഈ ഇറോട്ടിക് സെൻസേഷനിലൂടെ, ഈ ഓർഗാസത്തിലൂടെ അതിൻ്റെ ജ്ഞാനസമാധിയിലേക്കുള്ള വഴി തുറക്കൂ. അങ്ങനെ ഒരാൾക്ക് അപ്പോൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ശക്തികളൊക്കെ കിട്ടാൻ സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. സൂപ്പർ നാച്ചുറൽ എന്നൊരു വാക്കില്ല. കാരണം ഇപ്പോൾ നമ്മൾക്ക് അതീതമായിട്ട്, നമ്മൾക്ക് ഒക്കുന്നതിനപ്പുറം കയറി ചെയ്യുന്നതെല്ലാം നാച്ചുറൽ അല്ല എന്ന് നമ്മൾ പറയേണ്ടത് ഒരവസ്ഥയല്ല. ഇപ്പോൾ വളരെ വലിയ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് ബൈക്കിലൊക്കെ കറങ്ങി താഴെ വന്നിരിക്കുന്ന പിള്ളേരെ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ ഒരു അസാധാരണമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ അസാധാരണത്വം എന്നുള്ളതില്ല. കാലം കുറേ റിട്രോഗ്രസീവ് എവല്യൂഷൻ ഇവിടെ വന്നുപോയി. പലതരത്തിൽ സാമൂഹികമായ പരിവർത്തനങ്ങൾ, ആക്രമണങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നതിന് വന്നിട്ട് ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരു മികവ് കാണിച്ചാൽ അതിനെ സൂപ്പർ നാച്ചുറൽ എന്ന് പറയണ്ട. കാരണം 64 ദിവസം കൊണ്ട് 64 ശാസ്ത്രങ്ങൾ സന്ദീപനിയിൽ നിന്ന് ശ്രീകൃഷ്ണൻ പഠിക്കുകയല്ലേ. ഇപ്പം ശ്രീകൃഷ്ണൻ അത്രയോ സൂക്ഷ്മതയോടുകൂടിയാണ് നിലകൊണ്ടത്. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.